അവൻ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങളേറെ ഞെട്ടിച്ചൊരു കാഴ്ചയായിരുന്നു. 2018 എൻ്റെ കാശ്മീരി യാത്രയാണ് എൻ്റെ ഏറ്റവും പിരിശപ്പെട്ട കാശ്മീരി യാത്ര. കാരണം അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാശ്മീരിലോട്ട് പോകുന്നത്. പഞ്ചാബിലെ എൻ്റെ MBA കോൺവക്കേഷൻ കഴിഞ്ഞിട്ട് സുഹൃത്ത് ഇർഷാദിൻ്റെ കൂടെ ഒരു ബൈക്ക് റൈഡായിട്ടാണ് കാശ്മീരിലേക്കുള്ള യാത്ര തിരിച്ചത്. ഞാൻ ജമ്മു വഴി ഇങ്ങനെ ശ്രീനഗറിലേക്ക് പോകുന്ന വഴിക്ക് എനിക്കൊരു കോള് വരികയാണ്. എൻ്റെ കൂടെ MBAക്ക് പഠിച്ച ഡാനിഷാണ് വിളിക്കുന്നത്. ഞാൻ അവിടേക്ക് വരുന്നത് അവൻ അറിഞ്ഞിട്ട് അവൻ എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ശ്രീനഗറിലോട്ട് പോവുകയാണ്, ജമ്മു കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ ഒരുപാട് ഡിലേ ആയി, ഇന്ന് ശ്രീനഗർ പോകണ്ട, ഈ ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ നാടാണ് കാസികുണ്ട് എന്ന് പറയുന്ന എൻ്റെ നാടാണ്, അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിൽക്കാം, ബാക്കി നമുക്ക് ഇവിടുന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്, ഈ 2 വർഷം MBA പഠിക്കുന്ന സമയത്ത് ഈ ഒരു ബാച്ച്മേറ്റ് ആയതുകൊണ്ട് പലതവണ അവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവനോട് ഒരു തവണ പോലും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് അവൻ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ റോഡ് പണി നടക്കുന്നുണ്ടുള്ള ട്രാഫിക്കും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നത് ഏകദേശം രാത്രി 2 മണിക്കാണ്. ഞങ്ങൾക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവന് ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങളവിടെ നിൽക്ക്, നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഞാൻ വരാമെന്ന്. അങ്ങനെ അവൻ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങളേറെ ഞെട്ടിച്ചൊരു കാഴ്ചയായിരുന്നു.